3 വർഷത്തിന്റെ ഇടയിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇന്ന് ഇത്രയും അണിഞ്ഞൊരുങ്ങി ഓഫീസിൽ പോണത്. അതും ഇന്ത്യൻ വെയറൊക്കെ ഇട്ടിട്ട്. ഇന്ന് ഞങ്ങളുടെ ഓഫീസിൽ ഈദ് സെലിബ്രേഷൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു ഇൻഡോ വെസ്റ്റേൺ അല്ലെങ്കിൽ ഒരു എത്നിക് വെയറൊക്കെ ഇട്ടിട്ട് വരാം എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. രാവിലെ ട്രെയിനിൽ കയറിയപ്പോൾ ആൾക്കാരൊക്കെ എന്നെ എന്തോ ഭീകരജീവിനെ നോക്കണ പോലെ ഉണ്ടോ എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ ഒരു ഡ്രസ്സ്. ഇത് ഞാൻ എൻ്റെ അനിയത്തിയിൽ നിന്ന് അടിച്ചു മാറ്റിയ സാധനമാണ് കേട്ടോ. എനിക്കിത് എന്തുകൊണ്ടോ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഒരു 10:30 ആയപ്പോഴാണ് നമ്മുടെ കോൾസൊക്കെ ഏതാണ്ടൊന്ന് ഒതുങ്ങിയപ്പോഴാണ് നമ്മൾ ഈദ് സെലിബ്രേഷനുള്ള ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ രാവിലെ അവിടെ എത്തുമ്പോൾ തന്നെ ചെറിയ രീതിയിലുള്ള സെലിബ്രേഷൻസും ഡെക്കറേഷൻസും ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൾക്കാരെല്ലാവരും നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു പോട്ട്ലക്കാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരും അവനവനെ കൊണ്ട് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരിക. അതും ഒരു കമ്പൽഷനൊന്നും ആയിരുന്നില്ല കേട്ടോ. നമ്മൾ പൊതുവേ ഇന്ത്യൻസൊക്കെയാണ് ഈ ഒരു സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. മെയിനായിട്ട് ഇന്ത്യയിൽ നിന്നുള്ളവർ തന്നെയാണ് കേട്ടോ ഈ ഒരു സെലിബ്രേഷനൊക്കെ ഓർഗനൈസ് ചെയ്തിട്ടും ഉണ്ടായിരുന്നത്. ഇവിടുത്തെ കിവീസിനും ഐലൻഡേഴ്സിനൊക്കെ ഇതെന്താ സംഭവം എന്ന് പോലും അറിയില്ലായിരുന്നു. അങ്ങനെ അവർ നമ്മളോട് വന്ന് ചോദിക്കായിരുന്നു എന്താണ് ഈദ്, എന്താണ് ഈ സെലിബ്രേഷൻ എന്നൊക്കെ. പക്ഷേ ഒന്നും അറിയില്ലെങ്കിലും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ആർക്കും അങ്ങനെ ഇല്ലല്ലോ. എല്ലാവരും കൂടി, അതായത് എൻറ്റയർ ഓഫീസിലെ സ്റ്റാഫുകളെല്ലാം വന്നിട്ട് ഈ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തൊരു ദിവസമാണ് കേട്ടോ. പിന്നെ ഇന്നത്തെ സെലിബ്രേഷൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു മെഹന്തി കോണാണ്. നമ്മളിവിടുത്തെ കിവീസിനും ഐലൻഡേഴ്സിനും ഒക്കെ കയ്യിൽ മെഹന്തിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള മിൽമയുടെ പാലട വെച്ചിട്ടുള്ള ഒരു പാലട പ്രഥമനാണ് കേട്ടോ, പാലട പായസമാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ഏറ്റവും അധികം ഉണ്ടായിരുന്നത് സ്വീറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഇതെല്ലാം കൂടെ കഴിച്ചപ്പോൾ അവർക്ക് വല്ലാണ്ട് മത്തടിച്ച അവസ്ഥയായിരുന്നു. പക്ഷെ ഇതൊക്കെയാണെങ്കിലും നമ്മുടെ ഓഫീസിൽ ഇങ്ങനൊരു സെലിബ്രേഷനൊക്കെ നടക്കുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമല്ലേ. അപ്പം ശരി, പിന്നെ കാണാം കേട്ടോ.